തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം നമ്മുടെയൊക്കെ ഉള്ളിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മഴ പോലെ കൃപയായി കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഭാരങ്ങൾ നിൻ്റെ പക്കൽ ഭരമേൽപ്പിക്കാൻ ഞങ്ങളിത് ആഗ്രഹിക്കുന്നു. ഈ വചനധ്യാന സമയത്ത് നിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാവട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ പാഠം നമ്മൾ ഈ വചനധ്യാന സമയത്ത് നമ്മുടെ ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരം കർത്താവ് എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. അതിലൊന്ന്, നിൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുവാൻ ഒരു സമയം ഉണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനമാണ് ഈ മേഖല വെളിപ്പെടുത്തി തരുന്നത്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: എല്ലാറ്റിനും സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമായ ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ധൃതി പിടിച്ചതുകൊണ്ടോ നമ്മൾ എടുത്തു ചാടിയത് കൊണ്ടോ ഒന്നും അല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുന്നത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു വീട് പണി പൂർത്തിയാക്കിയ ഒരു കുടുംബനാഥൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അച്ഛാ, എത്ര നാളായെന്നറിയോ ആ വീട് പണി സ്വപ്നം കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. പണമില്ലാഞ്ഞിട്ടല്ല, കാര്യങ്ങൾ ശരിയാകാഞ്ഞിട്ടല്ല, എന്താണെന്നറിഞ്ഞുകൂടാ. അച്ഛാ, ആ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായിരുന്നു ദൈവത്തിൻ്റെ സമയം. എൻ്റെ സമയം അതിനു മുമ്പേ പല കാര്യങ്ങളിലും ഞാൻ കുറിച്ച് വെച്ചിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ സമയം അച്ഛാ, ദൈവത്തിൻ്റെ സമയം. നമ്മൾ പല കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ നമുക്കത് ബോധ്യമാവാറില്ലേ? ദൈവം നമ്മുടെ മേൽ കുറിച്ച് വയ്ക്കുന്ന ഒരു സമയം, അത് ദൈവത്തിൻ്റെ സമയമാണ്. നമ്മൾ എടുത്തു ചാടി ചെയ്യുന്നത് കൊണ്ടോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് ഓർത്തുകൊണ്ടുകൊണ്ടോ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടണമെന്നില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചിലപ്പോൾ അല്പം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അല്പസമയം നീ തമ്പുരാൻ്റെ മുമ്പിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നമ്മൾ അസൂയപ്പെടേണ്ട. ഈ കഴിഞ്ഞ നാളിൽ ഒരു ഇടവകയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കാറ്റഗിസം പഠിപ്പിക്കും, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഉണർവോടും ഉന്മേഷത്തോടും കൂടെയുള്ള ഒരു കുടുംബം. പക്ഷേ ഈ കുടുംബത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഈ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛാ, എൻ്റെ വീടിനടുത്തൊരു കുടുംബമുണ്ട്. അച്ഛാ, പള്ളി വരികയല്ല, പ്രാർത്ഥിക്കുകയല്ല, താൻ തോന്നികളാണ്. അതോടൊപ്പം തന്നെ ആ മനുഷ്യന് ബ്ലേഡ് കച്ചവടമാണ്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബ്ലേഡ് കച്ചവടം. എന്തൊരു വളർച്ചയാ അച്ഛാ, എന്തൊരു വളർച്ച അച്ഛാ. അവരുടെ വീട് അവർ 2 നില പുതുക്കി പണിതു. പുതിയൊരു കാറ് വാങ്ങി,
മക്കളൊക്കെ പഠിക്കുന്നു. എൻ്റെ അച്ഛാ പുറമേ നോക്കുമ്പോൾ എന്തൊരു ഐശ്വര്യ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ ഇങ്ങനൊരു ചിന്തയുണ്ടാവും. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ എൻ്റെ കാര്യം മാത്രം ഇങ്ങനെ. പള്ളിയിൽ പോകാതെയും പ്രാർത്ഥിക്കാതെയും ദൈവവിചാരവും ഇല്ലാതെ നടക്കുന്നവർക്കൊക്കെ വല്ലാത്തൊരു വളർച്ച. ഇതെന്താ ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇടവകയിലെ നേതൃത്വ നിരയിലുള്ള ആ സഹോദരൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇതൊരു പ്രാർത്ഥനാ വിഷയമാക്കണമെന്ന് കരുതി. പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഒരു മനോഹരമായ തിരുവചനം അതിതാണ്. സങ്കീർത്തന പുസ്തകം 37 അധ്യായം 1-2 തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട, അവർ പുല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. നിനക്ക് അസൂയയും അസ്വസ്ഥതയും വേണ്ട. എന്താണ്? അവർ പുല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പൊക്കോളും. പുല്ല് പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പൊക്കോളും. നീയോ നിൻ്റെ അഭിഷേകം നീ കളയരുത്, നിൻ്റെ കൃപ നീ കളയരുത്. മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നീ അസൂയപ്പെടേണ്ട. അവർ വളർന്നോട്ടെ, തിന്മ ചെയ്ത് അവർ വളർന്നോട്ടെ. തിന്മയാണ് അവരുടെ വളർച്ചയ്ക്ക് കാരണമെങ്കിൽ പ്രിയപ്പെട്ടൊരു വചനം പഠിപ്പിക്കുന്നു, അവർ പുല്ല് പോലെ അവർ പെട്ടെന്ന് കരിഞ്ഞു പൊക്കോളും. വീണ്ടും വചനം പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 37 അധ്യായം 7 തിരുവചനം. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിട്ടിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക, ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. നീ അസ്വസ്ഥനാകേണ്ടെന്ന്. മറ്റുള്ളവർ വളർന്നോട്ടെ, നിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വളർന്നോട്ടെ, നീ അസ്വസ്ഥനാകേണ്ട. നീ ക്ഷമാപൂർവം കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക എന്നുള്ള തിരുവചനത്തിൻ്റെ തുടർച്ചയെന്ന വണ്ണം നമ്മളെ ഒരു വലിയ ആത്മീയ അവബോധത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട്. രണ്ടാമത്തെ കാര്യം, നീ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നീ അസ്വസ്ഥത എന്താ പെടുന്നതിനെ? അവർ പള്ളിയിൽ പോവുകയോ പ്രാർത്ഥിക്കുന്നു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ ആത്മീയ ജീവിതത്തെ നീ വിധിക്കണ്ട, അവരുടെ ജീവിതത്തെ കണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട. മറിച്ച് നീ എന്ത് ചെയ്യണം? നീ ക്ഷമാപൂർവം തമ്പുരാൻ്റെ മുമ്പിൽ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9 അധ്യായം 16 തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നീ അസ്വസ്ഥപ്പെടേണ്ട, ക്ഷമാപൂർവം കാത്തിരിക്കാൻ നമുക്കൊക്കെ വല്ലാത്ത മടിയാണ്. എവിടെയെങ്കിലും പോയി ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെടും. കാത്തിരിക്കാൻ നമുക്കിഷ്ടമല്ല. നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം പോലെ കുടികയറിയിരിക്കുന്നത് പെട്ടെന്ന് കാര്യം നടക്കണം. എല്ലാം ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ദോശ, എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഈ ലോകം മുഴുവൻ ഇൻസ്റ്റൻ്റായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ചാടിപ്പിടിക്കണ്ട. നീ അല്പം കൂടെ കാത്തിരിക്കുക, ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാത്തിരിക്കേണ്ടവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്നത്: നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. നീ ചുമന്ന് നടക്കരുത്. നമ്മുടെ പലരുടെയും ദുഃഖം എന്താ? നമ്മളിതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ പരിശുദ്ധ മാർപ്പാപ്പ ഇങ്ങനൊരു കാര്യം പറഞ്ഞു വെച്ചു. പല ക്രൈസ്തവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ, ഏതാണ്ട് ശവസംസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് പോലെയാണ് അവരുടെ മുഖഭാവവും അവരുടെ ബോഡി ലാംഗ്വേജും. എന്താ ശവസംസ്കാര ശുശ്രൂഷ പങ്കെടുത്തിട്ട് പോകുന്നത്? ഭയങ്കര ദുഃഖം. ശവസംസ്കാര യാത്രയൊക്കെ അങ്ങനെയാണല്ലോ, സങ്കടമാണ്. ആ ദുഃഖം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ പ്രകടമാവും. ദുഃഖിച്ച് വിലപിച്ച് കണ്ണുനീരോടുകൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ പല ക്രൈസ്തവരും വിലാപയാത്രയിൽ പങ്കെടുത്തിട്ട് പോകുന്നവരെ പോലെയാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? വിശുദ്ധ കുർബാന അവരുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല.
വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് പോകുമ്പോൾ നിൻ്റെ ഭാരം അൾത്താരയിൽ കൊടുത്തിട്ട് പോകണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അത് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം, സന്തോഷം, ആഹ്ലാദമാണ് വരേണ്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊരു ഉണർവിനുള്ള ഒരു വിളിയാണിത്. നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. ഇപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ ഭാരം ചുമന്നാണ് നമ്മൾ പള്ളിയിലെത്തുന്നത്, പ്രാർത്ഥിക്കാനെത്തുന്നത്. നമ്മുടെ ഒരു പ്രശ്നം, ഒരു ഭാരം തലയിലുണ്ടെന്ന് വിചാരിച്ചോ. ഈ ഭാരം നമ്മളവിടെ ഇറക്കി വെക്കണം. പല സമയങ്ങളിൽ സംഭവിക്കുന്നത്, ഇറക്കി വെച്ച ഭാരം വീണ്ടും തലയിൽ ചുമന്നുകൊണ്ട് പള്ളിയിൽ നിന്ന് പോകും, പ്രാർത്ഥന കഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതൊരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാലും മതി, അത് പള്ളിയിൽ പോകണം നിർബന്ധമില്ല. ഒരു നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴും നിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദവും ആഹ്ലാദവും കൃപയും നൽകുന്ന ഒരു സമയമാണ്. ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ സങ്കീർത്തകൻ അപ്രകാരമുള്ള ഒരു മേഖലയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കാരണം എന്താണ്? ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തകനായ ദാവീദ് ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അവൻ്റെ ജീവിതത്തിലെ ഇന്നലകളിൽ സംഭവിച്ച എല്ലാ കുറവുകളും ബലഹീനതകളും സമർപ്പിച്ച് സങ്കീർത്തനം 51 അവൻ വിലപിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണേ. അതിനുശേഷമാണ് അവൻ പറയുന്നത്, എൻ്റെ കണ്ണുനീരുണ്ടല്ലോ എൻ്റെ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, എൻ്റെ അലച്ചിലുകൾ എൻ്റെ കർത്താവ് എണ്ണിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ദാവീദ് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നമുക്കുള്ള ഓരോ വചനത്തിൻ്റെ വിത്താണ്. നിൻ്റെ കണ്ണുനീര് കർത്താവിനറിയാം. നിൻ്റെ അലച്ചിലുകൾ അത് എണ്ണിയിട്ടുണ്ട്. ആരും കാണാതെ മുറിയിൽ മാറിയിരുന്ന് നീ പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? ആ കരച്ചിൽ കർത്താവ് കണ്ടിട്ടുണ്ട്. എൻ്റെ സഹനങ്ങൾ ഈ ഭൂമിയിൽ ആരും അറിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് സങ്കടപ്പെട്ടിട്ടില്ലേ? നിൻ്റെ സങ്കടങ്ങൾ കർത്താവ് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കാരണം നിൻ്റെ അലച്ചിൽ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ തുള്ളികൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വീണ്ടും വചനം നമുക്ക് വലിയൊരു ഉറപ്പ് നൽകുന്നുണ്ട്. അത് സങ്കീർത്തനം 34:18 34:18 വചനം പഠിപ്പിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സമീപസ്ഥനായ ദൈവം നിന്നെ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നിയമാവർത്തന പുസ്തകത്തിലൂടെ ചോദിക്കുന്നില്ലേ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഇത്ര സമീപസ്ഥനായ വേറൊരു ദൈവമുണ്ടോ? അതായത് വചനത്തിൽ കൃത്യമായിട്ട് ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും, വിജയം വരിക്കാനുള്ള കൃപ നിനക്ക് നൽകും. എപ്പോഴാണ്? ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 20-ാം വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവേൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവേൻ, നിങ്ങൾ വിജയം വരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരവസരം. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും വരുത്തുന്നുണ്ടോ? മാറ്റം വരുത്തുന്നില്ലെങ്കിൽ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥനയല്ലല്ലോ. കഴിഞ്ഞ നാളിൽ നോമ്പിനോട് ബന്ധപ്പെട്ട് കഠിനമായ ഉപവാസം എടുക്കുന്ന ഒരു കുടുംബാംഗത്തെ ഞാൻ കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, കാണാനിടയായ സാഹചര്യം എന്താണെന്നറിയാവോ? പ്രഭാതത്തിൽ തന്നെ ഒരു ദിവസം രാവിലെ വലിയൊരു വഴക്ക്. ആ വഴക്കിന് മധ്യവർത്തിയായിട്ട് അതിനെ ഒന്ന് പ്രശ്നം പരിഹരിപ്പിക്കാൻ ഞാൻ ചെന്ന അവസരത്തിൽ അതിലൊരു വ്യക്തി ദിവസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്ക് എന്താ സംഭവം? രാവിലെ വഴക്കുണ്ടാക്കിയിരിക്കുക. വഴക്ക്, ദേഷ്യം, അരിശം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്വഭാവത്തെ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസവും വല്ല ഗുണമുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അരിശവും ദേഷ്യവുമാണ് വർദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എവിടെയോ അർത്ഥം കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു ശുശ്രൂഷയായി നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റാം. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തും. പ്രിയപ്പെട്ടവരെ, ഇതൊരു തിരിച്ചറിവായി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് അസ്വസ്ഥതകൾ പലപ്പോഴും ഉണ്ടാവും. ആ അസ്വസ്ഥതയുടെ നടുവിൽ ഒരു കാര്യം ഉറപ്പിക്കണം: എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അലച്ചിലുകൾ എണ്ണുന്ന, എൻ്റെ കണ്ണുനീരറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ മെച്ചം? ആ ദൈവം നിൻ്റെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ നിൻ്റെ ഉള്ളിൽ ചെയ്യും. നമ്മളിൽ പലരും വല്ലാണ്ട് ആകുലപ്പെടുകയാണ്. നാളെ എന്ത് സംഭവിക്കും? മറ്റന്നാ എന്ത് സംഭവിക്കും? ഒരാഴ്ച കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഒരു മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഒരു വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ആകുലപ്പെടുന്നത് കൊണ്ട് എന്താണ് മെച്ചം? അല്ലേ? നിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും തമ്മിൽ ആകുലത ഇങ്ങനെ വർദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഒത്തിരി പേര് മാനസികമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഡിപ്രഷൻ, ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ്സ്. പറ്റണില്ല, വല്ലാത്ത ആകുലപ്പെടുകയാണ്. നാളെ എന്താവും? കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ പല ജീവിത വഴികളിൽ ആകുലപ്പെടുന്നവർ. പ്രിയപ്പെട്ടവരെ, ആകുലപ്പെടുന്നതുകൊണ്ട് എന്തു മെച്ചം? അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, നീ ആകുലപ്പെടുമ്പോൾ നീ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കണം, പക്ഷികളെ നോക്കണം. അവ എങ്ങനെയാണ്? വിതയ്ക്കുന്നുണ്ടോ? അവ കളപ്പുരയിൽ ശേഖരിക്കുന്നുണ്ടോ? നീ വയലിലെ നെല്ലിനെയൊക്കെ നോക്കണം, ലില്ലികളെ നോക്കണം. ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെ നീ നോക്കണം. നീ എന്തിനാ ആകുലപ്പെടുന്നത്? നിൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ടല്ലോ. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞു വെച്ചത്, നീ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. സങ്കീർത്തകൻ പറഞ്ഞതിൻ്റെ മറ്റൊരു അവതരണം, നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് നിൻ്റെ കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവകാര്യങ്ങളെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാക്കി എല്ലാ ഭാരവും ഒന്നിനു പുറകെ ഒന്നായിട്ട് മാറും. ഭാരപ്പെടുന്നവരെ, നിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട. നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. ഈശോ വളരെ നിസാരപ്പെട്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്. നീ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കേ. അവ എങ്ങനെയാണ് ജീവിക്കുന്നത്? പക്ഷികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ ഉദാഹരണത്തിന് ചിന്തിച്ചേ, കാക്കകൾ. ഈ കാക്കകൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അവ എങ്ങനെയാണ് ജീവിക്കുന്നത്? മറ്റു പല പക്ഷികളെയും നമ്മളൊക്കെ സ്നേഹപൂർവ്വം ചിലപ്പോൾ വീട്ടിലൊക്കെ ലാളിച്ച് വളർത്തും. കാക്കയെ നമുക്ക് പലർക്കും ഇഷ്ടം പോലും അല്ല. ഇന്ന് പല പക്ഷിമൃഗാദികളും നശിക്കുകയും ചെയ്തു. കാരണം മൊബൈൽ ടവറൊക്കെ വന്നതോടുകൂടി പല പക്ഷികളും തന്നെ ചത്തുപോയി. എന്നാലും നമ്മൾ പഠിക്കണം, ഇങ്ങനെയുള്ള ഈ ജീവികളെപ്പോലും നിലനിർത്തുന്ന ആ ദൈവിക സാന്നിധ്യം അല്ലേ? ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാ? പക്ഷെ എല്ലാ ദിവസവും സമൃദ്ധിയല്ലേ? ഏതെങ്കിലും പക്ഷി പട്ടിണി കൊണ്ട് ചത്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പക്ഷി ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്ത് കേട്ടിട്ടുണ്ടോ? എന്നാൽ മനുഷ്യൻ ചെയ്യും. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ അവൻ ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യും. പട്ടിയും പൂച്ചയും ആത്മഹത്യ ചെയ്യുമോ? മനുഷ്യൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ട് പഠിക്കുക. നീ അല്പം കൂടെ ശാന്തനായിട്ട് ജീവിക്കുക. ഇത്രയധികം എന്തിനാ തിരക്ക് കൂട്ടുന്നത്? ഇത്രയധികം എന്തിനാണ് നിനക്ക് ആങ്സൈറ്റി? നാളെ എന്ത് സംഭവിക്കുന്ന ഓർത്തുകൊണ്ട് എന്തിനാണ് ഇത്രമാത്രം ആകുലപ്പെടുന്നത്? ശാന്തമാവുക. നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. നിൻ്റെ ഭാരം കർത്താവിനെ കൊടുക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. മറ്റുള്ളവരെ വളർച്ച കണ്ട് നീ അസ്വസ്ഥപ്പെടുന്നതുകൊണ്ട് നിനക്കെന്താണ് മെച്ചം? നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രഷർ കൂട്ടാന്നല്ലാതെ ഒരു ഗുണവുമില്ല. ആയതിനാൽ നീ അല്പം കൂടെ ശാന്തമായിരുന്ന് നിൻ്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക. അപ്രകാരം ഒരു ശുശ്രൂഷ വഴിയിലേക്ക് തിരിയാൻ കർത്താവ് ഈ മണിക്കൂറിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും വിളിക്കുകയാണ്. നീ ഒരു വീട്ടമ്മയായിരിക്കാം. ആ വീട്ടമ്മയുടെ ജീവിതത്തിൻ്റെ സാധാരണഗതിയിലുള്ള കുടുംബ ഭാരങ്ങളെല്ലാം ആർക്ക് കൊടുക്കണം? അത് ഈശോയ്ക്ക് കൊടുക്കണം. കുടുംബനാഥ, നിൻ്റെ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ, നിൻ്റെ ജോലി ഭാരങ്ങൾ നീ അത് ആർക്ക് കൊടുക്കണം? ഈശോയ്ക്ക് കൊടുക്കണം. പ്രിയപ്പെട്ട മക്കളെ,
നിങ്ങളുടെ പഠന മേഖലകളിലുള്ള അസ്വസ്ഥതകൾ, നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ ഈശോയ്ക്ക് കൊടുക്കണം. അതിന് കൊടുക്കാൻ പറ്റിയൊരു സമയമാണ് കുടുംബ പ്രാർത്ഥനാ സമയം. കുടുംബ പ്രാർത്ഥനാ സമയത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥനയും അത് വെറുതെ വാചക പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ഭാരം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ രീതിയാണ്. നമ്മുടെ ഭാരങ്ങൾ കർത്താവിന് കൊടുക്കുന്ന പ്രാർത്ഥനാ രീതിയാണ്. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനം നിറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോ, നന്നായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളിൽ സമാധാന സന്തോഷവും നിറഞ്ഞു നിൽക്കും. വെറുതെ അങ്ങോട്ട് ചെല്ലുന്ന പ്രാർത്ഥനയല്ല, മറിച്ച് നന്നായി കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളിൽ, പല കുടുംബങ്ങളിലും ഇന്ന് കുടുംബ പ്രാർത്ഥനയെല്ലാം പോലും സമയമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, കുടുംബ പ്രാർത്ഥനയെല്ലാം മാത്രം സമയമില്ല. ഇനി ചെല്ലിയാൽ തന്നെ ചില കുടുംബങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇച്ചിരി ചെല്ലിയാൽ മതി, ഒരു 5 നന്മ നിറഞ്ഞ മറിയം ചെല്ലി കുടുംബ പ്രാർത്ഥന ചെല്ലിയെന്ന് വരുത്തി തീർത്താൽ മതി. ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്? ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടു. വിദ്യാഭ്യാസമൊക്കെയുണ്ട്, കുടുംബത്തിലെല്ലാവരും വലിയ 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 മനുഷ്യരാണ്. പക്ഷേ കുടുംബത്തിൽ എപ്പോഴും കലഹമാണ്. മക്കൾക്കാണെങ്കിൽ പല 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 അസ്വസ്ഥതകൾ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തി. എന്താണെന്നറിയാവോ? പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല. അപ്പോൾ കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോരുത്തരുടെ മുറി. ഇളയ മകൻ, അവൻ കഞ്ചാവിനടിമ, അവൻ അതേ അനേകത്തിൻ്റെ പ്രശ്നങ്ങൾക്കടിമ. പ്രിയപ്പെട്ടവരെ, പുറമെ നോക്കുമ്പോൾ ടിപ് ടോപ്പ്, എല്ലാം കൊള്ളാം. എന്നാൽ കുടുംബത്തിൽ അസ്വസ്ഥത, കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. ഇനി ഈ മകനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവൻ പറയുന്നതാണ് ആ കുടുംബത്തിൽ കേൾക്കുന്നത്. അവൻ പറയാണ്, വേണ്ട, 5 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി, മതി മതി മതി, ഇന്ന് ഇത്രയും പ്രാർത്ഥന മതി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളാണോ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന തീരുമാനിക്കേണ്ടത്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ തീരുമാനിക്കണം. ആ കുടുംബത്തിൽ മുട്ടുകുത്തി മകനോടും മകളോടും വാ ഇവിടെ വന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലെന്ന് പറയുമ്പോൾ ആ മക്കളെ ചെല്ലിപ്പിക്കണം, പ്രാർത്ഥിപ്പിക്കണം. അല്ലെങ്കിൽ എന്തായി മാറും? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു? നിങ്ങളുടെ കുടുംബം വെറും ലോഡ്ജായിട്ട് മാറും. അത് ലോഡ്ജും ഹോട്ടലും ഒന്നുമല്ലല്ലോ, അതൊരു വീടാണ്, കുടുംബമാണ്. ഈ കഴിഞ്ഞ നാളിൽ ഒരു അമ്മ വന്ന് സങ്കടത്തോടെ പറഞ്ഞു, മകൾ പഠിച്ചു വലിയ ആളായി. അച്ഛാ, പണ്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയൊക്കെ പോയി. ഇപ്പോൾ അവൾ LLB ഒക്കെ കഴിഞ്ഞു, വക്കീലായി, പണമൊക്കെയായി, കുടുംബമായി, അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയുടെ ഇടയിൽ അവളുടെ അവസ്ഥ എന്താണെന്നറിയാവോ? അവൾക്ക് ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ പോയി, അവൾക്ക് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ ആയിട്ട് മാറി. അവൾ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഈ പ്രാർത്ഥന, ഈ ശാലോം TV യും ഗുഡ്നസ് TV യെ കണ്ടുകൊണ്ടിരിക്കാതെ അമ്മയും ഈ വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തിറങ്ങ്, പാർട്ടികൾക്കൊക്കെ പോ, അങ്ങനെ ആഘോഷിക്ക്. അമ്മ പാവം, അമ്മ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മകൾ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരില്ല അച്ഛാ. രാത്രി 12 മണിയാവും കയറി വരുമ്പോഴത്തേക്ക് അവൾക്കിഷ്ടം പോലെ പണമായി, അവൾക്കിപ്പോൾ വലിയ കാര്യങ്ങളാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നോട് എതിർത്ത് പറയും, പ്രാർത്ഥനയില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, നിൻ്റെ കുടുംബം ഒരു ലോഡ്ജാണോ? വെറുതെ ഭക്ഷണം കഴിക്കാനും തുണി അലക്കാനും കിടന്നുറങ്ങാനുമുള്ളൊരു ലോഡ്ജാണോ നിൻ്റെ വീട്? അതൊരു വീടാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ കുടുംബത്തിൽ പറഞ്ഞ് പഠിപ്പിക്കണം. ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. ആ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്. എന്തെല്ലാം സംഭവിച്ചാലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു അനുഗ്രഹം അത് വലുതല്ലേ? ആ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പരസ്പരം ഒന്ന് സ്തുതി ചൊല്ലുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം എത്രയോ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക. എത്ര പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞു തീർക്കാൻ സാധിക്കും. ആ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് അത് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. എന്താണ്? എൻ്റെ ഭാരം കർത്താവിനെ ഞാൻ ഭരമേൽപ്പിക്കും. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന് നമ്മുടെ ഭാരം ഭരമേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുടുംബത്തിലെ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു അനുഭവം സങ്കീർത്തകനായ ദാവീദ് 37-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ഉറപ്പാണ്, ഇതൊരു വാഗ്ദാനമാണ്. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനം നമുക്ക് സ്വീകരിക്കാം. ദൈവം പറയുകയാണ്, നീ ധൃതിപ്പെടേണ്ട, മറ്റുള്ളവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടേണ്ട, ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക,
കുടുംബങ്ങൾ ഐശ്വര്യം ഉണ്ടാവും. ഈ ഭൂമി നിനക്ക് അവകാശമായി തന്ന് കർത്താവ് നിന്നെ ആദരിക്കും. നീ കർത്താവിന് വേണ്ടി ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. ഇപ്രകാരം ഒരു കാത്തിരിപ്പിൻ്റെ, പ്രാർത്ഥനയുടെ ഭാരം ദൈവത്തെ ഭരമേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് നമ്മുടെ ജീവിതത്തെ മാറട്ടെ. ദൈവസമർത്ഥമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളോടൊപ്പം സമർത്ഥമായിട്ടുണ്ടാവട്ടെ. ആമേൻ.